നമസ്കാരം. ബി.ജെ.പിയിൽ ചേരാൻ ശ്രമം നടത്തി എന്ന ആരോപണങ്ങൾക്കിടെ മാധ്യമങ്ങളോട് വീണ്ടും പ്രതികരിച്ച ഇടതുമുന്നണി കൺവീനർ ഇ.പി. ജയരാജൻ. തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം. ബി.ജെ.പി നേതൃത്വത്തിലും ഗൂഢാലോചനകൾ നടന്നു. കാര്യങ്ങൾ അന്വേഷിക്കാതെ ചില മാധ്യമങ്ങളും ഒപ്പം ചേർന്നുവെന്നും ഇ.പി. വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ ശിവനും പാപിയും പരാമർശം സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ ഉപദേശം ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കുമുള്ള ഉപദേശമാണ്. തെറ്റുപറ്റിയാൽ തിരുത്തി മുന്നോട്ട് പോകുമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. മനുഷ്യരല്ലേ, തെറ്റുപറ്റിയേക്കാം. അത് തിരുത്തി മുന്നോട്ട് പോകുന്നതിലാണ് കാര്യം. താൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കാനാണ് എന്ന് ഇ.പി. ചോദിച്ചു. ശോഭാ സുരേന്ദ്രനെ നേരിട്ട് പരിചയമില്ലെന്നും തൃശ്ശൂരിലോ ഡൽഹിയിലോ വെച്ച് അവരെ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗൾഫിൽ വെച്ച് ബി.ജെ.പിയുമായി ചർച്ച നടത്തി എന്നാണ് കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ പറയുന്നത്. താൻ ഗൾഫിൽ പോയിട്ട് വർഷങ്ങളായി എന്നും ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്ത് തെളിവുണ്ടായിട്ടാണ് മാധ്യമങ്ങൾ ഈ വാർത്തകളൊക്കെ നൽകിയത് എന്നും അദ്ദേഹം ചോദിച്ചു. ഏത് ആളുകൾ ചിലപ്പോൾ വളരെ സത്യസന്ധമായിട്ടുള്ള പരാതിയായിരിക്കും കേൾക്കും. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ അതൊന്നും കേൾക്കണ്ടേ? ഇപ്പം ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ മാതൃഭൂമിയിൽ ഒരു വാർത്ത അവരിപ്പോൾ ട്രോൾ അടിച്ചിട്ടുണ്ട്. വൈദികം അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. ആ റെയ്ഡ് നടന്നത് മാർച്ച് മാസം 1-ാം തീയതി. അതുകൊണ്ടാണ് 5-ാം തീയതി ജാവേദ്കർ കണ്ടത്. അവിടെ ഇന്ന് വരെ ഒരു ഇൻകം ടാക്സ് റെയ്ഡും ഉണ്ടായിട്ട് റെയ്ഡ് നടക്കുന്ന കാര്യം എന്താണെന്ന് അവിടെ ഇൻകം വേണ്ടേ? അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഷെയർ കമ്പനി നമ്മൾ നെറ്റിൽ നോക്കിയാൽ അതിൻ്റെ എല്ലാ വിവരവും അത് മുഖ്യമന്ത്രി പറഞ്ഞത് അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. മുഖ്യമന്ത്രി എനിക്ക് നൽകിയിട്ടുള്ള ഉപദേശം ഞാൻ 2 കൈയും നേടി സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് എന്ന് മാത്രമല്ല, അത് അദ്ദേഹം എന്നോട് മാത്രം ഈ സമൂഹത്തോട് നൽകിയിട്ടുള്ള മഹത്തായൊരു സന്ദേശമാണത്. മാധ്യമക്കാരോടുകൂടെ സന്ദേശമാണത്. നിങ്ങളും ഇത്തരം കൂട്ടുകെട്ടുകളും സംഭവങ്ങളിലേക്കും നിങ്ങളും ആകർഷകരായി പോകരുത്. സാമ്പത്തികമായി നിങ്ങളെയൊക്കെ ചൂഷണം ചെയ്യാൻ പലതരത്തിലുള്ള വിഷമങ്ങൾ ഉപയോഗിച്ച് വട്ടം കറങ്ങി നടക്കുന്നവരുണ്ട്. അതിലൊന്നും നിങ്ങൾ കുടുങ്ങിപ്പോകരുത് എന്നുള്ള മഹത്തായൊരു സന്ദേശമാണത്. അതെല്ലാവർക്കുമുള്ള സന്ദേശമാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എല്ലാമുള്ള മഹത്തായൊരു സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. ആ അടിസ്ഥാനത്തിലാണോ കണ്ടത്? നിങ്ങൾ എപ്പോഴും നോക്കിയാലും അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങളിലേക്ക് നിരീക്ഷിക്കുന്നില്ലല്ലോ. വേറെ വഴിയിലല്ലേ നോക്കുന്നത്? ആ നോക്കുന്നതാണ് തെറ്റായിട്ടുള്ള സമീപനം. അതുകൊണ്ട് ശരിയായ നിലയിൽ മാധ്യമങ്ങൾ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കണം.